ഇന്ന് ഫെബ്രുവരി 21, നാളെ ഫെബ്രുവരി 22. ബോധി, എൻ്റെ അല്ല ഞങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണി. ഓ മൈ ഗോഡ്, ഐ ആം ഗോണ മിസ് മൈ കോളേജ് ഡേയ്സ് ആൻഡ് മൈ ഫ്രണ്ട്സ്. ഇവിടുത്തെ ഓരോ മൺതരിക്കും പറയാനുള്ള കഥകൾക്ക് ഞാൻ കാതോർക്കാറുണ്ട്. എൻ്റെ ഡയറിയിൽ കുറിച്ചിടാറുണ്ട്. സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിജയങ്ങളുടെ, അതിനോടൊപ്പം തന്നെ പിണക്കങ്ങളുടെ, വേദനയുടെ, കഷ്ടപ്പാടിൻ്റെ, കണ്ണീരിൻ്റെ, തോൽവിയുടെ, വിരഹത്തിൻ്റെ, ചതിയുടെ, ജീവനുള്ള ഗന്ധമുള്ള കഥകൾ. ഹൃദയം എവിടെ വെച്ച് മറന്നു പോകാൻ മാത്രം. കോളേജിൻ്റെ ഇടനാഴികളിൽ പതിഞ്ഞ കാൽപ്പാടുകൾ. ദൂരേക്ക് പോയാലും വേരറ്റു പോകാത്ത സൗഹൃദങ്ങൾ. പത്ത് 10/2007 ഒരൽപ്പം പരിഭ്രമത്തോടെ ഡോക്ടറാകാൻ കൊതിച്ച് പേരൻസിൻ്റെ കൈപിടിച്ച് എത്തിയ കൗമാരത്തിൻ്റെ നിഷ്കളങ്കത വിട്ടുമാറാത്ത 50 പേർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു അടിപൊളി ചെത്ത് ഹോസ്പിറ്റൽ, സെൻട്രലൈസ്ഡ് AC, മാർബിൾ ഫ്ലോറിംഗ്. ഇത്രയും പ്രതീക്ഷിച്ച് ചെന്നവർ കണ്ടതോ കോളേജെന്ന് തോന്നിപ്പിക്കുക പോലും ചെയ്യാത്ത ഒരു കെട്ടിടം, വെറും ഒരു കെട്ടിടം. പക്ഷേ ഇന്ന് കാലം മാറി, കഥ മാറി. കുഹാസ് ഭരണം നിലവിൽ വന്നു. ഇന്ന് ഞങ്ങളുടെ കോളേജ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടി തലയുയർത്തി നിൽക്കുന്നു. ഇന്നിത് സ്വപ്നങ്ങൾ പൂക്കുന്ന മണ്ണ്. സീനിയേഴ്സിൻ്റെ റാഗിംഗ് പ്രതീക്ഷിച്ച് വന്നതാ ഞങ്ങൾ. പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ഞെട്ടിച്ചത് സ്റ്റാഫിൻ്റെ റാഗിംഗ്. പിന്നീടവർ ഞങ്ങളുടെ വഴികാട്ടികളായി. അടുക്കാതെ അടുത്തും പറയാതെ പറഞ്ഞും ചിലർ സുഹൃത്തുക്കളായി. പിന്നെ സീനിയേഴ്സ്. ആദ്യം അവരെ കണ്ടപ്പോൾ ഒരു കൊട്ടേഷൻ ടീമിനെ കണ്ടതുപോലെയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പേരിട്ടു കൊടിസുനി, അണലി ഷാജി, കത്തി സജി. ഒരു ഉഗ്രൻ അടിയും നടന്നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞെന്നോ കളിയാക്കിയെന്നോ ആർക്കറിയാം. എന്നിട്ടൊരു ഡിസ്കോയും, ഡിസിപ്ലിനറി കമ്മിറ്റി. അമ്മോ, പേടിച്ചുപോയി. സ്റ്റാഫ് വിറപ്പിച്ചത്, ചിലർ വലിപ്പിച്ചത്, അവസാനമൊരു കൂട്ടക്കരച്ചിലും. പക്ഷേ അതോടെ we became thick friends, more closer, more united. പിന്നെ സീനിയേഴ്സുമായിട്ടും നല്ല കൂട്ടായിട്ടോ. പതിയെ കോളേജും ഹോസ്റ്റലും മെസ്സും ഞങ്ങളുടെ ലോകമായി മാറുകയായിരുന്നു. കഥകൾ പറഞ്ഞ്, സൗഹൃദം പങ്കുവച്ച് ഞങ്ങൾ നടന്നു നീങ്ങിയ ഇടനാഴികൾ. അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ പടവുകൾ. കൈപിടിച്ച് നടക്കാൻ അനേകം കൂട്ടുകാർ. ലോകം മുഴുവൻ കീഴടക്കാൻ ഈ കൂട്ടുമതിയെന്ന് അഹങ്കരിച്ചത്.
ഡെന്റിസ്ട്രിയുടെ ബാലപാഠങ്ങൾ എന്നിലേക്കെത്തിയ ക്ലാസ് റൂം, പൊതിച്ചോറിനോടൊപ്പം സ്നേഹവും പങ്കുവച്ച ബെഞ്ചുകൾ, ഉറങ്ങിയ ക്ലാസുകൾ, ഡെന്റിസ്ട്രിയുടെ ചില ബോറടിപ്പിക്കുന്ന ക്ലാസുകൾക്കിടയിൽ നോട്ട് പുസ്തകത്തിലും ബെഞ്ചിന്മേലും ജനിച്ച കവിതകൾ, ഇടവേളകളിൽ സ്വയം മറന്നു സന്തോഷിച്ച നിമിഷങ്ങൾ, പരസ്പരം എറിഞ്ഞു വീഴ്ത്തിയ ചോക്ക് കഷ്ണങ്ങൾ, ആദ്യത്തെ സെമിനാർ, ബാക്ക് ബെഞ്ച് കുസൃതികൾ. ഹോസ്റ്റൽ. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതെവിടെയാണ്? ഇവിടെയാണ്, ഇവിടെയാണ്. ഇവിടെ എന്തെല്ലാം കുസൃതികൾ, കോപ്രായത്തരങ്ങൾ, കൂട്ടം കൂടിയിരുന്നുള്ള ഗോസിപ്പിംഗ്, തമാശകൾ, പൊട്ടിച്ചിരികൾ, സിനിമാ ചർച്ചകൾ, ഫ്യൂച്ചർ പ്ലാൻസ്, ഗ്രൂപ്പ് സ്റ്റഡി, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, അങ്ങനെ എന്തെല്ലാം. ഡേ സ്കോളേഴ്സിൻ്റെ ടിഫിൻ ബോക്സിൽ അമ്മ നിറച്ചു നൽകുന്ന സ്നേഹത്തിനു മുന്നിൽ ഞങ്ങൾ ഹോസ്റ്റലേഴ്സ് ചെറുതായൊന്ന് തകർന്നു പോകാറുണ്ടെങ്കിലും പിടിച്ചു നിന്നത് ക്ലബ് ഹൗസിലെ കിയോസ്കിലെ ആഘോഷങ്ങളിലാണ്. ക്ലബ് ഹൗസിനടുത്തുണ്ടായിരുന്ന ഊഞ്ഞാൽ, കിയോസ്കിലെ ബർത്ത്ഡേ ട്രീറ്റ്, ലവ് ട്രീറ്റ്സ്. വീക്കെൻഡ്സ്, ഹോളിഡേയ്സ്, വെക്കേഷനായുള്ള നീണ്ട കാത്തിരിപ്പ്, പാക്കിംഗ്, ഒരിക്കലും മറക്കാനാവാത്ത ട്രെയിൻ യാത്രകൾ, മറക്കാൻ പറ്റില്ല ഒന്നും. ഇതിനിടയിലെ ക്ലാസ്സസ്, മെഡിക്കൽ കോളേജിലെ ക്ലാസ്സസ്, വി വെർ എൻജോയിങ്. കെഡാവറിനെ ആദ്യമായി കണ്ടപ്പോൾ അനുഭവിച്ച ടാക്കിക്കാർഡിയ, ഓ മൈ ഗോഡ്, ഐ ക്യാൻ സ്റ്റിൽ ഫീൽ ഇറ്റ്. ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോ, മൈക്രോ, ഫാർമക്. ചന്ദേഷ് സാറിൻ്റെ കാരുണ്യം, അത് മറന്നു. മെഡിസിൻ സർജറി പോസ്റ്റിങ്സ്, ലാത്തിയടി, ചായകുടി, ലാത്തിയടി. അപ്പോഴും ഇവിടെ ഡെന്റലിൽ പണി കിട്ടിക്കൊണ്ടേയിരുന്നു. ദീപക് നല്ല സ്വാമിയെയും സ്റ്റുഡൻറ്റിനെയും തെറി പറഞ്ഞ ദിവസങ്ങൾ. ദൈവമേ, കൽപ്പണിയാണോ ഡെന്റിസ്റ്റ് എന്ന് വിലപിച്ച നാളുകൾ. കാർവ് ചെയ്ത് വാക്സ് പോലെ നെഞ്ചുരുകിയത്. ഓറൽ പാത്തോളജിയിലെ ഹിസ്റ്റോപാത്തോളജി സെക്ഷൻസ്. മഴവിൽ വർണ്ണങ്ങളിൽ മനസ്സ് മുങ്ങിയപ്പോൾ ബുദ്ധിയിലൊന്നും തെളിഞ്ഞില്ല. അമിലോബ്ലാസ്റ്റോമയും OSMFും ചതിച്ചു. കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ. തിമിർത്താഘോഷിച്ച ക്യാമ്പുകൾ.
OMR-ൽ എക്സ്റേയുമായി നടത്തിയ മൽപ്പിടുത്തം. പീഡോയിലെ കുട്ടിക്കളികൾ. ഓർത്തോ, വയർ ബെൻഡിങ്സ്, ഡിസ്പ്ലേ ബോർഡ്സ്. പെരിയോ, കറൻസിയെ പ്രാഗി, ഒരുപാട്. സ്കെയിലിങ്ങിനിടയിലെ വിലാപം. ഇവന്മാർക്കൊന്ന് പല്ല് തേച്ചാലെന്താ? സർജറി, ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റീസ്. എൻ്റെ അമ്മോ, പ്രോസ്തോ. ഞാനൊന്നും പറയുന്നില്ല. മൗനം വിദ്വാനുഭൂഷണം. കോൺസോ, ഈ ലോകത്ത് ക്ലാസ് 2-നോളം ക്ഷാമം മറ്റൊന്നിനുമില്ലേ? സൊമാലിയിൽ ഭക്ഷണത്തിനു പോലും ഇത്ര ക്ഷാമം ഉണ്ടാവില്ല. എക്സാംസ്, വൈവ, പണി പാളി ബ്രോ, സീൻ കോൺട്ര, തീഗോളമായ റിസൾട്ട്സ്, കൊഴിഞ്ഞുപോയത് 4 വർണ്ണപ്പൂക്കൾ. ഇതിനിടയിൽ ആഘോഷിച്ച് ധാരാളം ദിവസങ്ങൾ. കൾച്ചറൽസ്, ലൈറ്റ് നൈറ്റ് റിഹേഴ്സൽസ്, ഡാൻസ് പ്രാക്ടീസസ്, യൂണിയൻ പ്രോഗ്രാംസ്, സ്പോർട്സ്, കൊതിപ്പിക്കുന്ന ഓർമ്മകൾ, ഇടയിൽ ചില സമരക്കാഴ്ചകളും. ഓ മൈ ഗോഡ്, ഐ ആം ഗോണ മിസ് മൈ കോളേജ് ഡേയ്സ്. ജാതി മതഭേദമന്യേ ഞങ്ങൾ കൊണ്ടാടിയ ഉത്സവങ്ങൾ. ടൂറിന് പോയത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്വപ്നങ്ങളെക്കാൾ സുന്ദരമായ ദിനങ്ങൾ. കുട്ടി ജൂനിയേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വലിയ ആൾക്കാരായി, ഇമ്മിണി വലിയ ആൾക്കാർ. സൗഹൃദങ്ങൾ വളർന്നു. ബിയോണ്ട് ക്ലാസ് റൂംസ്, ബിയോണ്ട് ഹോസ്റ്റൽ വാൾസ്, we were together for all our special days, big days. ഫൈനൽ ഇയർ എക്സാം, റിസൾട്ട്സ്. ചിലർക്ക് നഷ്ടം 8 മാസം. പിന്നെ ഇൻറ്റേൺഷിപ്പ്. വെറുമൊരു BDS സ്റ്റുഡൻറ്റിൽ നിന്നും ഡോക്ടറായി മാറിയ ദിനങ്ങൾ. എ സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ.
സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തണിയിച്ച, ജീവിതത്തിലേക്ക് വസന്തം കൊണ്ടുവന്ന, അറിവിൻ്റെ പുതിയ വാതായനം തുറന്നു തന്ന 6 വർഷത്തെ കോളേജ് ജീവിതത്തിന് ശുഭമായ പര്യവസാനം. ഇനി സമൂഹത്തിലേക്ക്, നിങ്ങൾക്കിടയിലേക്ക്, സേവനത്തിനായി നാളെ അവർ ഗ്രാജുവേഷൻ ബോധം.